ഇന്നൊരു വണ്ടി ഡെലിവറി ചെയ്തപ്പോഴേ കസ്റ്റമർ നമുക്ക് കുറച്ച് പൈസ എക്സ്ട്രാ ആകുന്നുണ്ടാ. അപ്പോൾ എന്താ വണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോക്സ്വാഗൻ വെൻഡോ. നിങ്ങൾ വീഡിയോ ഉണ്ടെന്നാം ഒരു ഗ്രീൻ കളർ മിനി കൂപ്പർ ഗ്രീൻ അടിച്ച വെൻഡോ ഉണ്ടാ. ഓർഡർ പക്ക വണ്ടി ഭ്രാന്തനാണ്. പുള്ളിക്ക് ഒരു പജറോയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആൾ ഫുൾ പെയിൻറ്റിന് കൊണ്ടുവന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഫുള്ള് പെയിൻ്റൊക്കെ ചെയ്ത് സെറ്റാക്കി കുട്ടപ്പനാക്കി വണ്ടി കൊടുത്തപ്പോഴത്തേക്കും പുള്ളിക്ക് വണ്ടി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആളെന്ത് ചെയ്തു, വിഷ്ണു എന്നുള്ള പേര് ഇട്ടാ. അപ്പോൾ ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പൈസ എക്സ്ട്രാ എന്നിട്ട് പറഞ്ഞു, എടാ നിങ്ങളുടെ ഈ പെയിൻ്റ് അടിച്ച ആൾക്ക് ആ പൈസ കൊടുത്തോളം പറഞ്ഞുണ്ടാ. അപ്പോൾ സംഭവമൊന്നുമല്ല, അതിൽ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ പെയിൻറ്ററിനെ വെച്ചിട്ട് ചേട്ടാ ഇങ്ങനെ പെയിൻ്റ് അടിച്ചതിൻ്റെ പേരിൽ ചേട്ടന് പെയിൻറ്റർ ചേട്ടന് കുറച്ച് പൈസ എക്സ്ട്രാ തന്നിട്ടുണ്ട്, ആ ചേട്ടൻ തരാൻ പറഞ്ഞു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പെയിൻറ്ററിനെ എടുത്തു വഴി എന്ന് പറഞ്ഞെന്നറിയോ, നീ ഒരു പണി ചെയ്തോ, അത് എനിക്ക് മാത്രം തരണ്ട, ആ വണ്ടി വർക്ക് ചെയ്ത് എല്ലാവർക്കും സ്പ്ലിറ്റ് കൊടുക്കാൻ പറഞ്ഞു. ഇതാണ് നമ്മുടെ ഓട്ടോടെക്കിൻ്റെ ചേട്ടന്മാർ അനിയും വരും. അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ ദിവസം നമ്മുടെ വർക്ക്ഷോപ്പിൽ സ്ക്രാപ്പ് എടുക്കാൻ വേണ്ടി ചേട്ടൻ പോകുന്നുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞു, എന്നോട് പറഞ്ഞു, എടാ നിൻ്റെ പണിക്കാർ എന്നോട് ഭയങ്കര ആത്മാർത്ഥയാണല്ലോ പറഞ്ഞു. അപ്പോൾ ഞാൻ ചേട്ടൻ ഇവിടെ പണിക്കാരില്ല, ഇവിടെ ചേട്ടന്മാർ അനിയന്മാരൊക്കെ ഉള്ളൂ കേട്ടോ, അല്ലാണ്ട് പണിക്കാരായിട്ട് ആരും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഒരു യുണൈറ്റി എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 10 രൂപ പുള്ളിക്ക് കിട്ടി കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ റീസൺ പറഞ്ഞ് ഞാൻ ഒറ്റയ്ക്കല്ല വണ്ടി പണിത്, ആ വണ്ടി പണിത് ഇത്ര ആൾക്കാരുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഓട്ടോടെക്കിൻ്റെ ടീം എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്, അടിപൊളി പിള്ളേരാണ്. ഒരു കംപ്ലൈൻറ്റ് വന്നപ്പോൾ എല്ലാവരും ഒരുമിച്ച് നോക്കുക, ഈഗോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല കേട്ടോ. ഈഗോ ക്ലാഷോ അല്ലെങ്കിൽ അവനാ വണ്ടി ശരിയാക്കി എനിക്ക് പറ്റിയില്ല അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഇപ്പോൾ ഒരു വണ്ടി ശരിയാക്കാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ടീമായിട്ടൊന്ന് വർക്ക് നോക്കി ആ വണ്ടി എന്താണ് കംപ്ലൈൻറ്റ് നോക്കിയിട്ട് കണ്ടുപിടിച്ച് പെട്ടെന്ന് തീർക്കാളപ്പെട്ട് വെക്കും. അപ്പോൾ അതാണ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ ചേട്ടന്മാരും അനിയന്മാരും എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അവരുടെ പേരൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യാൻ മറക്കണ്ട കേട്ടോ.